പൂവിലും ശബളാപമാംസലഭത്തിലും സന്തതം കരച്ചാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശ്വരി വാഴ്ത്തിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശ്വരി വാഴ്ത്തിയും. യമുന, നമ്മുടെ വൈസ് പ്രസിഡന്റ് കെ രജീഷ്, കെ പി അബ്ദുൾ റഷീദ് പള്ളിയിലെ ഒരു പരിപാടി ബന്ധപ്പെട്ട് എത്തും എന്നറിയിച്ചിരുന്നു. കെ ജെ ജോയിക്കുട്ടൻ, രാധിക ജോസ്, മുഴുവൻ മെമ്പർമാരെയും ഈ യോഗത്തിലേക്ക് സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആശംസാ പ്രസംഗം നടത്തുന്ന നമ്മുടെ ഏരിയയുടെ പ്രസിഡന്റ് അഷറഫ് ചൂടിക്കുന്ന്, ഏരിയ സെക്രട്ടറി അനിൽകുമാർ, ബിന്ദു BPO ജില്ലാ ട്രഷറർ റീജ പ്രദീപൻ എന്നിവരെയും യോഗത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗ നടപടി നിയന്ത്രിക്കുന്നത്, യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ഷബീർ നന്ദിത്താണ്. ഷബീർ നന്ദിയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി നന്ദി അറിയിക്കുന്നത് രാജു കുര്യാക്കസാണ്. അവരെയും ഈ യോഗത്തിലേക്ക് നന്ദി പറയുകയാണ്. ഈ യോഗത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും കുട്ടികളും മാധ്യമപ്രവർത്തകരും ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ഷബീർ നന്ദിത്തിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള വ്യാപാരി സുഹൃത്തുക്കളെ, സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുത്ത മുഴുവൻ മെമ്പർമാർക്കും അനുമോദനവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും നടത്തുകയാണ്. നമ്മുടെ മെമ്പർമാർ, വ്യാപാരി സമിതിയിലെ മെമ്പർമാർ, ഇന്ന് ഒട്ടേറെ കല്യാണങ്ങളും ഉണ്ട്, എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ടൈമിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറഞ്ഞു. അതൊരു 3-4 മണിക്ക് വെച്ചാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്ന് ഒട്ടേറെ പരിപാടികൾ ഉണ്ട്. അവിടെ സംഘടനയുടെ കുറേ ആൾക്കാർ എത്തിയിട്ടില്ല എല്ലാവരും. പിന്നെ കുറേ കലാപരിപാടികളിലൂടെ കുറച്ചും കൂടെ ലേറ്റായിട്ട് വരുന്നത് അതൊരു വീഴ്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സമിതിയുടെ ഇന്ന് നമ്മൾ ആദരവ് അനുമോദനം പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാർക്കും കൊടുക്കുന്നതാണ്. ഈ യോഗത്തിൽ എൻ്റെ കർത്തവ്യ സ്വാഗതമാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൂടി എത്തിയിട്ടുള്ള പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണനെ സമിതിക്ക് വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം പറയുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെ ജില്ലയുടെ അധ്യക്ഷനും പി വിജയേട്ടനാണ്. വിജയേട്ടനെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം പറയുകയാണ്. നമ്മുടെ അനുമോദനം കൊടുക്കുന്നതിന് വേണ്ടി, മെമ്പർമാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ജില്ലയുടെ വൈസ് പ്രസിഡന്റ് KK സഹദേവേട്ടനാണ്. സഹദേവേട്ടനെയും ഈ യോഗത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്.
ഒന്നാം വാർഡ് മെമ്പർ ഷാനി ശശീന്ദ്രൻ സമിതിയുടെ സ്നേഹത്തോടെയുള്ള സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിലേക്ക്. രണ്ടാം വാർഡ് മെമ്പർ സുരേഷ് ചാലാറത്ത് ഇവിടെ എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മൂന്നാം വാർഡ് മെമ്പർ കെ സ്മിത, നാലാം വാർഡ് മെമ്പർ കെ അംബുജാഷൻ, രാഗി ജിജേഷ്, ഷീബ ഗോപിനാഥ്, ബേബി സോജ, റാണി ടോമി, ആശ മാത്യു, രാജു ജോസഫ്. ഈ കഴിഞ്ഞ തദ്ദേശ ഭരണത്തിൽ പേരാവൂർ പഞ്ചായത്തിൽ വിജയിച്ചു വന്ന എല്ലാ മെമ്പർമാരെയും അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവുമാണ് ഇന്നിവിടെ വ്യാപാരി വ്യവസായ സമിതി പേരാവൂർ ഡിവിഷനിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മെമ്പർമാർക്ക് 230ഓളം മേലെ മെമ്പർമാരുണ്ട്. നമുക്ക് പേരാവൂർ നമുക്കുള്ളത് 230 മെമ്പർമാരുണ്ട്. അതിലെ ചുരുക്കം ചില ആൾക്കാരെ ഇവിടെ എത്തിയിട്ട് കാണുന്നുള്ളൂ. എല്ലാ മെമ്പർമാരെയും നേരിട്ട് പോയി കണ്ട് സമേതം ക്ഷണിച്ചു ഈ പരിപാടിയിൽ. പക്ഷെങ്കിലേ പല ആൾക്കാർക്കും പല പരിപാടികളും ബുദ്ധിമുട്ടും കല്യാണവും ഒക്കെ ഉണ്ടെങ്കിലും 5 മണിക്കെങ്കിലും എത്താൻ പറ്റുന്ന രീതിയിൽ അവർ അറിയിച്ചിട്ടുണ്ട്. അതാണ് നമ്മളെ മെമ്പർമാരുടെ സംഖ്യ കുറയാൻ കാരണം. നമ്മളിന്ന് ഈ പരിപാടി ഈ പേരാവൂർ പഞ്ചായത്ത് മെമ്പർമാർക്ക് സ്വീകരണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു 5 വർഷത്തെ കാലം നമ്മൾ നയിക്കേണ്ടത് നമ്മുടെ മെമ്പർമാരാണ്. ഒരുപാട് പരിമിതികളുണ്ട് പേരാവൂർ ടൗണിനും പേരാവൂർ പഞ്ചായത്തിനും. അതൊക്കെ നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി 5 വർഷം കൊണ്ട് ഈ പേരാവൂർ പഞ്ചായത്തിനെ കണ്ണൂർ ജില്ലയിലെ 1-ാം നമ്പർ പഞ്ചായത്താക്കാൻ ഇവർക്ക് പറ്റട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പേരാവൂരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മുടെ കച്ചവടക്കാർ, പേരാവൂർ ടൗണിന്റെ ട്രാഫിക്കായും മറ്റു വിഷയങ്ങളായും എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നമ്മളിൽ ഏറെ പങ്കും ചെറുകിട കച്ചവടക്കാരാണ്, വലിയ കച്ചവടക്കാരൊന്നുമില്ല. അതുപോലെ തന്നെ വഴിപാടി വിഷയം എല്ലാം ഇന്നലെ ട്രാഫിക് അവലോകന യോഗം പഞ്ചായത്തിൽ വിളിച്ചിരുന്നു. നമ്മളൊക്കെ പോയി സംസാരിച്ചിരുന്നു. നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഈ പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് കിട്ടിയ നല്ലൊരു മറുപടിയാണ് പ്രസിഡന്റിന്റെ ഭാഗത്തും നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്തും കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നാളേക്ക് വേണ്ടി ചെയ്യാനുള്ള തീരുമാനങ്ങളും അവരുടെ പ്രൊജക്ടുകളും ഒക്കെ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്നൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും നമുക്കിത് നിർത്തിയെടുക്കാൻ കൊണ്ടുവരാൻ പറ്റില്ല. എന്നാലും പരിശ്രമത്തിലൂടെ കൂടി നമുക്ക് ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു ഉറപ്പ് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തും ഭരണസമിതിയുടെ ഭാഗത്തും നമുക്ക് തന്നിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് വിജയനെ ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ ഷബി മുന്തിയത്ത്, വ്യാപാരി വ്യവസായ സഭയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ സഹദേവട്ടൻ, പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അതുപോലത്തെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 16 തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ, 17 തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട മെമ്പർമാർ, അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ സഭയുടെ ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതിയുടെ ജില്ലാ ട്രഷറർ ശ്രീമതി ബിന്ദു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അഷ്റഫ് ചെവിടിക്കുന്ന്, അതുപോലെ തന്നെ അനിൽ, ആശംസ അർപ്പിക്കുന്ന റീജ പ്രദീപൻ, രാജു കുര്യാക്കോസ്, അനിൽകുമാർ ഉൾപ്പെടെയുള്ള വ്യാപാരി വ്യവസായ സമിതിയുടെ ആദ്യകാല പ്രവർത്തകരായിട്ട് ആളുകളെല്ലാം തന്നെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
നമ്മുടെ നേരത്തെ പറഞ്ഞു ആളുകൾ കുറഞ്ഞത്. കഴിഞ്ഞൊരു പരിപാടി ഇവിടെ നടക്കുമ്പം ഇതിനും കൂടുതൽ ആളുകളുണ്ടായിരുന്നു. പല തിരക്കിനിടയിലും, കാരണം കഴിഞ്ഞ മാസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കുമായി ബന്ധപ്പെട്ട് പല പരിപാടികളും വീണ്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലായി കഴിഞ്ഞാൽ മറ്റ് പരിപാടികൾ, മാറ്റിവെച്ച പരിപാടികളെല്ലാം ഞായറാഴ്ച നടത്തുന്നുണ്ട്. ആളുകൾ എത്തിപ്പെടും. കാരണം ഇവിടെ ക്രിസ്മസും ആഘോഷവും അതുപോലെ ന്യൂ ഇയറിൻ്റെ ആഘോഷമൊക്കെ തന്നെ ഉണ്ട്. ആളുകൾ എത്തിപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം വളരെ വിലപ്പെട്ട സമയമാണ് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർ നമ്മളോടൊപ്പം ചെലവഴിക്കുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള അവരെല്ലാം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ, നമുക്കറിയാം കഴിഞ്ഞ മാസം തെരഞ്ഞെടുക്കുന്നത് വരെ അവർ സ്ഥാനാർത്ഥികളായിരുന്നു. 17 മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി 10-50ഓളം ആളുകൾ മത്സരിക്കുന്ന നിലയാണ് ഓരോ സ്ഥലത്തും ഉണ്ടാകുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട് വിജയിച്ച് അവർ സ്ഥാനാർത്ഥികളായി സത്യപ്രതിജ്ഞ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഇതിനു മുമ്പ് തന്നെ അവർ ഒരു തവണ വിജയിച്ചിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഓരോ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായിട്ട്, ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തെരഞ്ഞെടുത്തതിന് ശേഷം അവർ നമ്മുടെ പ്രതിനിധികളാണ്, ജനങ്ങളുടെ പ്രതിനിധികളാണ്. അവർ വിജയിക്കുകയല്ല ചെയ്യുന്നത്, അവർ വിജയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വലിയ പ്രതീക്ഷകളാണ് ഇവർ. ആ പ്രതീക്ഷകളായിട്ടുള്ള ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇരിക്കുന്നത്. ആ സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുക്കപ്പെട്ട് ആ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ആദ്യത്തെ വിജയം അവിടെ ഉണ്ടായി. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി വാർഡ് തലത്തിൽ ഒരാൾ തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ 1000-1200ഓളം മെമ്പർമാരുള്ളതിൽ നിന്നും ഒരാൾ തെരഞ്ഞെടുത്ത് സ്ഥാനാർത്ഥിയാക്കുകയാണ്. തോക്കുകയാണോ ജയിക്കുകയാണോ എന്നല്ല പ്രശ്നം. അവരെല്ലാം ഒരു തവണ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. വലിയ ഉത്തരവാദിത്തമാണ് ഇവർ 5 വർഷക്കാലത്തേക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. വലിയ ഉത്തരവാദിത്തമാണ്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് കിട്ടിയിട്ടുള്ള ഒരു സുഖം, ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഒരു മാനസിക സുഖം എന്ന് പറയുന്നത് 10-15 ദിവസക്കാലമാണ്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പിനെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള 10-15 ദിവസക്കാലം വലിയ വ്യക്തിപരമായിട്ടൊക്കെ തന്നെ വലിയ നിലയിൽ, ഇന്നത്തെ ഒരു നിലയിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയുള്ള 5 വർഷക്കാലം തന്നെ വലിയ ഉത്തരവാദിത്വം, ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്വം അവരുടെ തലയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നല്ല നിലയിലുള്ള പങ്കാളിത്തം അവരുടെ ഭാഗത്ത് ഉണ്ടാകും. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായി വന്നാലും അവരെല്ലാം നമ്മുടെ മെമ്പർമാരാണ്, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട മെമ്പർമാർ. നമുക്കെല്ലാം പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളെ ഒക്കെ നിയന്ത്രിക്കാനും നമുക്ക് സമാധാനം തരാനും അവർ നമ്മുടെ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കേണ്ട ആളുകളാണ്. അതാണ് നമ്മൾ ഇവരെ ഒക്കെ തന്നെ ഇവിടെ നിന്ന് വിളിച്ചിട്ടുള്ളത്. വ്യാപാരി വ്യവസായ സമിതി എന്ന സംഘടന കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടിയിലും വിവിധ ജാതിയിലും മതത്തിലുമെല്ലാം ഉള്ള ആളുകൾ നമ്മുടെ സംഘടനയിലേക്ക് അണിചേരുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയമല്ല കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ വ്യക്തിപരമായിട്ട് ഓരോ ആളുകൾക്കും അവരവരുടെ രാഷ്ട്രീയവും പ്രവർത്തനവും ഒക്കെ തന്നെ മറ്റൊരു വഴിക്ക് നടക്കുന്നുണ്ട്. ഈ സംഘടനക്കകത്ത് നടക്കുന്നത് നമ്മുടെ വയറ്റിപ്പഴപ്പിന്റെ രാഷ്ട്രീയമാണ്. ജീവിക്കാനുള്ള പെടാപ്പാടിന്റെ ഇടയിലുള്ള രാഷ്ട്രീയമാണ്. ഈ വലിയ പ്രതിസന്ധിയിലൂടെയാണ് വ്യാപാര രംഗം കടന്നു പോകുന്നത്. എല്ലാ വ്യാപാര രംഗമല്ല, ചെറുകിട വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രതിസന്ധിയോടൊപ്പം നമ്മോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് മെമ്പർമാരെ കിട്ടുമ്പോൾ അത് നമുക്കൊരു സമാധാനമാണ്. നമുക്കറിയാം, പഞ്ചായത്തിലൊക്കെ തന്നെ തൊഴിൽ നികുതി കൂട്ടുമ്പോഴും ലൈസൻസ് കൂട്ടുമ്പോഴെല്ലാം നമ്മൾ പഴിചാരിക ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല, ആ ഭരണസമിതി അടക്കം നമ്മൾ പറയും. യഥാർത്ഥത്തിൽ ഭരണസമിതി കുറ്റക്കാരാണോ എന്നല്ല വിഷയം. ഒരു പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനത് വികസന ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തൊഴിൽ നികുതിയും അതുപോലെ തന്നെ ലൈസൻസ് ഫീസും കെട്ടിട നികുതിയും പെർമിറ്റും എല്ലാം കൂട്ടുന്നത്. അത് കൂട്ടുമ്പോൾ ആ പ്രവർത്തനത്തിന് കിട്ടുന്ന ഫണ്ടാണ് അതാത് പ്രദേശത്ത് വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. മറ്റ് ശമ്പളവും മറ്റ് ചില പദ്ധതികളിൽ നിന്ന് കിട്ടുന്നത് സർക്കാരിൽ നിന്ന് കിട്ടും. ആ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സർക്കുലേറ്റ് കൊടുക്കുമ്പം ആ സർക്കുലറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര ഫണ്ട് ഓരോ പഞ്ചായത്തിൽ നിന്നും ഉണ്ടാക്കണം ആ പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി. ഞങ്ങൾക്ക് അതിനൊന്നും എതിർപ്പില്ല. ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ തന്നെ, പഞ്ചായത്തിന്റെ കൂടെ തന്നെ നിയമപരമായിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നവരാണ് വ്യാപാരികൾ. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം, ലൈസൻസ് കൂട്ടുന്നതിൽ പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ
ഒരു തൊഴിൽ നികുതിയുമായി ബന്ധപ്പെട്ട് 1250 റുപ്യയാണ് ഏറ്റവും കൂടിയ തൊഴിൽ നികുതി വാങ്ങുന്ന 6 മാസത്തേക്ക്. 1250 റുപ്യയാണ് ഏറ്റവും കുറഞ്ഞ തൊഴിൽ നികുതി ഉണ്ട്. ചില പഞ്ചായത്തുകളും അറിയാതെ പോകുന്നു. 120 റുപ്യ ഏറ്റവും കുറഞ്ഞ തൊഴിൽ നികുതി ഉണ്ട്. ആ തൊഴിൽ നികുതി മുറിക്കാൻ ഉദ്യോഗസ്ഥന്മാർ ചിലപ്പോഴൊക്കെ തന്നെ മടി കാണിക്കുന്നു. സാധാരണക്കാരന്റെ മേലെ 1200 റുപ്യ അടിച്ചേൽപ്പിക്കുന്നതല്ല. ആ ഒരു സമീപനം സ്വീകരിക്കുന്ന ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് നമുക്ക് ചോദിക്കാനും പറയാനും സാധിക്കണം. എന്നാൽ ന്യായമല്ലാത്ത ഒരു കാര്യത്തിലും ആരും സഹായിക്കേണ്ടതില്ല. ന്യായമായിട്ടുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഫീൽഡിൽ ഇറങ്ങി ഉദ്യോഗസ്ഥന്മാരെ പണിയെടുപ്പിക്കണം. ഉദ്യോഗസ്ഥന്മാർ കടയിൽ പോയി നമ്മൾ പരാതി പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിൽ സംഭവം ഉണ്ടായിരുന്നു. ഒരു ബാർബർ തൊഴിലാളിയായ സുരേഷ് എൻ്റെ കടയുടെ തൊട്ടടുത്താണ് 1200 റുപ്യ ആ റെസീറ്റ് മുറിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. പരാതി അന്വേഷിച്ചു. അവസാനം 120 റുപ്യ അടച്ച് അദ്ദേഹത്തിന് അനുമതി കൊടുത്തു. കാരണം ചെറിയൊരു ബാർബർ ഷോപ്പ്, 4-5 ആളുകൾ മുടി മുറിക്കാൻ പറ്റുന്ന സ്ഥാപനം, 4-5 ആളുകൾ വന്നാൽ 100-400 റുപ്യ വരുമാനം, വാടകയും കറണ്ട് പൈസ എല്ലാം കൊടുത്ത് ജീവിതത്തിനുള്ള ഒരു വഴി കണ്ടെത്തുക എന്നാണ്. അപ്പൊ ന്യായമായിട്ടുള്ള കാര്യത്തിന് ഞങ്ങളൊന്നും വ്യാപാരികളൊന്നും എതിരല്ല. ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം, പഞ്ചായത്ത് എടുക്കുന്ന തീരുമാനം അതെല്ലാമായി യോജിച്ചു പോകണം. ഞാൻ പറഞ്ഞ ഒരു മാനുഷിക പരിഗണന എല്ലാ ഘട്ടത്തിലും ഉണ്ടാകണം. മാനുഷിക പരിഗണന. യഥാർത്ഥത്തിൽ കൃഷി ഓഫീസർമാർ ഇപ്പോൾ നമുക്കൊക്കെ തന്നെ അറിയാം. പണ്ടൊക്കെ തന്നെ കൃഷി ഓഫീസർമാർ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തനത്തെ പറ്റി പഠിച്ച് ആരാ കൃഷി ചെയ്യുന്നത്, ഏതാ കൃഷി ചെയ്യുന്നത്, ഏത് മണ്ണിൽ ഏത് കൃഷിയാ പറ്റുക എന്നൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുന്ന സമയമുണ്ടായിരുന്നു. ഇന്ന് ഓഫീസിൽ മാത്രമാണ്. അപ്പൊ നമ്മളതിനെ ന്യായീകരിക്കല്ലേ? ഓഫീസിൽ ഇരിക്കുന്ന അവരുടെ ഉത്തരവാദിത്വം ഏതൊക്കെയാണ്? ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ? വ്യാപാരികളുടെ ഉത്തരവാദിത്വം ലൈസൻസ് ഫീസ് എടുക്കണം, ലൈസൻസ് അടക്കണം, തൊഴിൽ നികുതി അടക്കണം, അതുപോലെ ഫുഡ് ലൈസൻസ് എടുക്കണം, ഹെൽത്ത് ലൈസൻസ് എടുക്കണം. ഇതൊക്കെ തന്നെ എടുക്കും. അപ്പൊ ന്യായമായിട്ട് എടുക്കണം. നിങ്ങളുടെ അവരവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അവരവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള, നിർവഹണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന നമുക്ക് നടത്താൻ പറ്റണം. നമുക്ക് അധികാരങ്ങളുണ്ട്. നമ്മൾ ആരെയും അനർഹമായി സഹായിക്കേണ്ടതില്ല. എന്നാൽ ഞാൻ പറഞ്ഞ നേരത്തെ 120 റുപ്യ അടക്കേണ്ട തൊഴിൽ നികുതിയുടെ ആളുകൾ 1200 റുപ്യ പോയ ഉടനെ മുറിച്ചു കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് വരച്ച് നിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർ സാധാരണക്കാരന്റെ മാനുഷിക പരിഗണന മനസ്സിലാക്കുന്നില്ല. അവരുടെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കുന്നില്ല. ഒരു വ്യാപാരി എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ നാട്ടിലത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഞങ്ങളുണ്ട്. ഒഴിപ്പിക്കപ്പെടുമ്പോൾ വികസനം വരുന്നു, റോഡ് വികസനം വരുന്നു. ആരാ ഒഴിപ്പിക്കപ്പെടുന്നത്? വ്യാപാരികളാണ് ഒഴിപ്പിക്കപ്പെടുന്നത്. ഞങ്ങളുടെ തൊഴിലാണ് നഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ് പട്ടിണിയാവുന്നത്. ഞങ്ങൾക്കും മക്കളുണ്ട്, അച്ഛനമ്മമാരുണ്ട്. അവരെല്ലാം സംരക്ഷിക്കാനുള്ള ചുമതല ഞാനിത് മെമ്പർമാരെ വിളിച്ചിരുത്തി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല. പൊതുസ്ഥിതി, പുതിയ മെമ്പർമാരാണ്. പൊതുസ്ഥിതി വ്യാപാരികളുടെ ഇടയിൽ ഉള്ള ഒരു ചർച്ചയാണ് ഇത് ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായം മാത്രമല്ല, പല യോഗങ്ങളിലും മുമ്പും വലിയ പ്രയാസം പല ഭാഗത്തും ഉണ്ടാകുന്നു. അപ്പൊ ഞാൻ കൊടുക്കണം. ഉദാഹരണത്തിന് ഒരു വൈരുദ്ധ്യം 1250 റുപ്യ വലിയ സൂപ്പർ മാർക്കറ്റിന് 1200 റുപ്യ കൊടുക്കുന്നുണ്ട്. വലിയ സൂപ്പർ മാർക്കറ്റിന് 1200 റുപ്യ, ലുലു മാളടക്കുള്ള സൂപ്പർ മാർക്കറ്റിന് 1200 റുപ്യ കൊടുക്കുന്നത്. അതാണ് അവിടുത്തെ നിയമം. ആ നിയമത്തിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. അവർക്ക് 1250 2500 ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല. യഥാർത്ഥത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ ഞങ്ങളെ കൂടുതൽ ആളുകൾ വലിയ കച്ചവടക്കാരുണ്ട്. അത് ഞങ്ങൾ കച്ചവടക്കാർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഒരു വരുമാനമില്ലാത്ത 100, 500, 1000 റുപ്യ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് 1200 റുപ്യ കൊടുക്കുന്നതിന് പകരം 100 റുപ്യ മുറിച്ചു കൊടുക്കുക. നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി സഹായം അതേ ഉള്ളൂ. അങ്ങനെ അവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. വ്യാപാരികളെ മാത്രമല്ല, ഏത് വിഷയമായി കഴിഞ്ഞാലും പെർമിറ്റ് ആയാലും മറ്റു കാര്യങ്ങളായി കഴിഞ്ഞാലും ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകാൻ മെമ്പർമാരടുത്ത് വരും. പല പ്രയാസങ്ങൾ കൊണ്ട് വരും. പക്ഷെ നമുക്കൊരു പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് ജനങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. ആ നിലയിൽ ഇടപെടൽ നടത്തി നമ്മുടെ പഞ്ചായത്തിനെ, പേരാവൂർ ഗ്രാമപഞ്ചായത്തിനെ നല്ലൊരു വസന്തമുള്ള പഞ്ചായത്താക്കി നമുക്ക് 5 വർഷക്കാലം കൊണ്ട് മാറ്റാൻ ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്ക് സാധിക്കണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ വ്യാപാരികളുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പം എല്ലാ സ്ഥലത്തും ഇന്ന് പയ്യന്നൂർ സ്വീകരണമുണ്ട്. വ്യാപാരി വ്യവസായ സമിതിയുടെ 5 മെമ്പർമാർ ഒരു യൂണിറ്റിൽ അവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കാണുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ പെരുമ്പ യൂണിറ്റിൽ, പയ്യന്നൂർ പെരുമ്പ യൂണിറ്റിലത്തെ യൂണിറ്റിന്റെ പ്രസിഡന്റ് ഇന്നത്തെ അവിടുത്തെ കൗൺസിലറാണ്, UDFന്റെ ആളായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം സ്വീകരണം അയാൾക്ക് കൊടുത്തു. രണ്ടാമത് ഇന്ന് എല്ലാവർക്കും കൂടിയുള്ള സ്വീകരണം പയ്യന്നൂർ നടക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങളുടെ നമ്മുടെ എല്ലാ മെമ്പർമാരാണ്, നമ്മുടെ പ്രതിനിധിയാണ്.
ഞങ്ങളുടെ പ്രയാസങ്ങളും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം പങ്കുചേരേണ്ടവരാണ് നിങ്ങൾ. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. ആ പ്രയാസം മനസ്സിലാക്കാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കും അതുപോലെ തന്നെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ആ നിലയിൽ സാധിക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ ഇന്നിപ്പം ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ആഘോഷങ്ങളൊക്കെ തന്നെ നടക്കുന്നു. ഞങ്ങളുടെ പ്രയാസത്തിനിടയിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൂറ് സംഘടിപ്പിക്കൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ക്യാമ്പ് സംഘടിപ്പിക്കൽ, അവൻ ന്യൂ ഇയർ ആഘോഷം, അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷം. കാരണം ലോകമെമ്പാടുമുള്ള മലയാളികൾ മാത്രമല്ല, ന്യൂ ഇയർ ലോകമെമ്പാടുമുള്ള മനുഷ്യർ മൊത്തം ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ ക്രിസ്മസും അങ്ങനെ തന്നെയാണ്. അത് ഓണം, വിഷു, അതുപോലെ തന്നെ പെരുന്നാൾ, ഇതൊക്കെ തന്നെ വലിയ സൗഹാർദ്ദത്തിൽ നമ്മളെല്ലാം കൂടി ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ട് വലിയൊരു സൗഹാർദ്ദ അന്തരീക്ഷം ഉണ്ടാകുന്നു. കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായ പ്രവർത്തനം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ്. അതിനുശേഷം വലിയ കൂട്ടായ്മയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ആ നിലയിൽ വിജയിപ്പിച്ചെടുക്കാൻ, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പ്രധാനപ്പെട്ട നമ്മുടെ ഇവിടെ മെമ്പർമാരിവിടെ ഇരിക്കുന്നത് കൊണ്ട്, ഉത്തരവാദപ്പെട്ട ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതിന്റെ അനുമോദിക്കുന്നത് നമ്മുടെ വ്യാപാരി വ്യവസായ സഭയുടെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിലായിട്ട് മുമ്പുണ്ടായിരുന്ന ഈ സംഘടനയുടെ തലമുറന്ന നേതാവാണ് സഹദേവേട്ടൻ. സഹദേവേട്ടൻ ജില്ലേന്റെ സഹഭാരവാഹി എന്നതിൽ ഇന്ന് സജീവമായിട്ട് ഞങ്ങളോടൊപ്പം ഓടി നടക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളെ വ്യാപാരികളുടെ പല സ്ഥലത്തെ പ്രശ്നങ്ങൾ ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. വ്യാപാരികൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും വ്യാപാരികൾക്ക് വേണ്ടി വ്യാപാരി വ്യവസായ സമിതി എന്ന സംഘടന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സാന്ത്വനവുമായി ബന്ധപ്പെട്ട്, തീപിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ വ്യാപാരി മിത്ര പദ്ധതി, വ്യാപാരികൾ മരണപ്പെടുമ്പോൾ 5 ലക്ഷം രൂപ 65 വയസ്സിൽ താഴെയുള്ളവർക്കും, അതുപോലെ തന്നെ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വ്യാപാര മുദ്രയിൽ ചേർന്ന അംഗങ്ങൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കുന്ന പദ്ധതി ഇപ്പം നടപ്പിലുണ്ട്. അതുപോലെ തന്നെ ചികിത്സാ ആനുകൂല്യങ്ങൾ, ഒരുപാട് ചികിത്സക്ക്, ക്യാൻസറിനും അതുപോലെ തന്നെ കിഡ്നി മാറ്റിവെക്കുന്നതിനും കരം മാറ്റിവെക്കുന്നതിനും ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കുമെല്ലാം സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന സംഘടനാ സംവിധാനമാണെന്ന്. ദൈനംദിനം പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മിത്ര ഓഫീസ് വേറെ തന്നെ ഉണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അടുത്ത കാലത്താണ് വ്യാപാരികളെ സഹായിക്കുന്നതിന് വേണ്ടി തീപിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കച്ചവട സ്ഥാപനങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സാന്ത്വന സഹായ പദ്ധതി നമ്മൾ സമാഹരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴ് സമാഹരിച്ചു വെച്ചിട്ട് അത്രേ ആയിട്ടുള്ളൂ, 2-3 മാസേ ആയിട്ടുള്ളൂ. ഒരുപാട് സഹായം ഇപ്പോഴും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വ്യാപാരികളുടെ ഈ തൊഴിൽ മേഖലയെ സംരക്ഷിക്കാൻ ഏതെല്ലാം വിധത്തിലാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന ആലോചന ദൈനംദിനം ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ആ പ്രവർത്തനം നടത്തുകയും ചെയ്യുകയാണ്. ഇതിനുള്ള പിന്തുണ നമുക്ക് ദൈനംദിനം തൊഴിലെടുത്ത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായ സൗകര്യം ഒരുക്കി തരുന്ന ഗ്രാമപഞ്ചായത്തിലെ ബഹുമാനരായ മെമ്പർമാരുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പി വിജയൻ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിശ്വസിക്കുന്ന ആളുകൾ ഉൾക്കൊള്ളുന്ന സംഘടന. ഞങ്ങളുടെ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. അതുകൊണ്ടാണ് നമ്മുടെ സംഘടന എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ വളരുന്നത്. പഞ്ചായത്തുകളുടെ തെറ്റ് കാണിച്ചാൽ പഞ്ചായത്തിനെതിരായി വളരെ രാഷ്ട്രീയ സമരം നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ വേലാൽ പഞ്ചായത്ത് തന്നെ വൈദ്യുതനറിയാൻ പല നേതാവിൽ ഇരിക്കുന്നുണ്ട്. 82 മുതൽ വ്യാപാരി വ്യവസായ സമിതി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച വൈദ്യുതടക്കമുള്ള ആളുകൾ. വേലാൽ പഞ്ചായത്ത് തന്നെ 2 കണ്ണോട് തന്നെ നടപ്പിലാക്കിയില്ല. നമ്മളെ സംഘടന ഉണ്ടായി 6-ാമത്തെ മാസം വേലാൽ പഞ്ചായത്തിനെതിരായി വളരെ ശക്തമായിട്ട് സമരം നടത്തി. അങ്ങനെ വേലാൽ പഞ്ചായത്ത് 2 കൺട്രോൾ നിയമം നടപ്പിലാക്കിയതുകൊണ്ട് 100കണക്കിന് ആളുകളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. നമ്മുടെ സംബന്ധിച്ചോ വളർന്നു കഴിഞ്ഞ് ഏകദേശം 30,000-ഓളം മെമ്പർമാരുള്ള വ്യാപാരികളുടെ ഏറ്റവും വലിയ കണ്ണൂർ ജില്ലയിലെ സംഘടനയെ നമ്മൾ വളർന്നു കഴിഞ്ഞു. വളർന്നത് എന്തുകൊണ്ടാണ്? ഈ
ഇതിനെ രാഷ്ട്രീയമില്ല. നമ്മൾ ആദ്യം പകർക്കാൻ ശ്രമിച്ചത് ഇത് ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ വാഴ പറയാണെന്ന് പറഞ്ഞിട്ടാണ്. അത് ജനങ്ങൾക്ക് വ്യാപാരികൾക്ക് ബോധ്യപ്പെട്ട് ഈ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാദമല്ല കാര്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് കണ്ണൂർ ജില്ലയിലെ 30,000-ഓളം മെമ്പർമാരുടെ ഏറ്റവും വലിയ സംഘടന. നിങ്ങളറിയോ, ഈ 3 വർഷം കൊണ്ട് 6.5 കോടി രൂപ മരിച്ചുപോയ വ്യാപാരിയുടെ കുടുംബത്തിന് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ 50 ലക്ഷം കൂടി കൊടുക്കാൻ പോവുക. ഈ വരുന്ന ആഴ്ച കേരളത്തിന്റെ ഡേറ്റോടുകൂടി അവരുടെ ഡേറ്റോടുകൂടി 50 ലക്ഷം രൂപ 10 ആളുകളുടെ കുടുംബത്തിന് ഉപയോഗിച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് തന്നെ കണ്ണൂർ ജില്ലയിലെ 40-ഓളം ആളുകൾ നമ്മുടെ സംഘടനയിലെ മെമ്പർമാർ ജയിച്ചിട്ടുണ്ട്. അവർക്ക് സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചു. അല്ല, വളരെ നല്ല രീതിയിൽ നടത്താൻ കഴിയുന്ന സംഘടന. ഇപ്പോൾ മതസംഘടനയുടെ വലിയ അർത്ഥപ്പാടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, നമ്മളുടെ കൊല്ലത്ത് 4-5 യോഗങ്ങളാണ്. നേരത്തെ പറഞ്ഞിട്ട് ഇതിലും രാത്രി ആളുകൾ കഴിഞ്ഞ യോഗത്തിലുണ്ടായ, പക്ഷേ ഇപ്പോൾ കല്യാണവും വീട്ടിൽ കൂടുതലായതുകൊണ്ട് ആൾ കുറഞ്ഞത്. അപ്പം നമ്മൾ പഞ്ചായത്ത് മെമ്പർമാരോട് പറയുന്നത് ഞങ്ങൾ അതിശക്തമായ സമരമായി മുന്നോട്ട് വരിക. ഇവിടെ ഇപ്പോൾ റോഡ് വരുന്നുണ്ട്, വയനാട്ടിൽ നിന്ന് റോഡ് ഇങ്ങോട്ട് വരിക. ആ റോഡ് വരുന്നത് ഞങ്ങളിതിലുള്ള റോഡ് വന്നോട്ടെ, 10 ദിവസം അങ്ങോട്ടും 15 ദിവസം ഇങ്ങോട്ടൊക്കെ പോയിക്കോട്ടെ. പക്ഷേ ഞങ്ങളുടെ 10-40 വർഷമായി കച്ചവടം ചെയ്ത വ്യാപാരി ഓരോ സുപ്രഭാതത്തിൽ ഒഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് നമ്മുടെ സംഘടനക്ക് അംഗീകരിക്കുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ഒരു ഗ്രാമപഞ്ചായത്തിന് സഹായം വേണം. ഇതിലൂടെ റോഡ് വരുന്നുണ്ട്. ആ റോഡ് വരുന്ന പഞ്ചായത്ത് സമയം പാസ്സാക്കണം, ഗവൺമെന്റിനോട് പറയണം വ്യാപാരികളെ പര്യാധാരമാക്കുക. കാരണം ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് പാവപ്പെട്ടവരെ കുടിവെള്ളപ്പ് വാങ്ങിക്കൊടുക്കുന്ന ഗവൺമെന്റാണ്. അപ്പൊ എന്തുകൊണ്ട് പാവപ്പെട്ട കച്ചവടക്കാരെ കുടിയാൻ ഒഴിഞ്ഞു പോകുന്നത്, മുഖം തിരിക്കുന്നത് എന്ന് ഞങ്ങൾ ഗവൺമെന്റ് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ രീതിയിൽ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായ സമരമായി നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ വേഗാർ പഞ്ചായത്ത് അത് ആ രീതിയിൽ വേഗാർ പഞ്ചായത്തിലേക്ക് ഒരു പഞ്ചായത്തിൽ റോഡ് പോകുന്നത്, അങ്ങനെ 6 റോഡ് പോകുന്നുണ്ട്. റോഡ് എന്നാൽ പാനൂർ ടൗൺ ഉണ്ടാവില്ല, അതുപോലെ തന്നെ മമ്പലം ടൗണിൽ ഇപ്പം തന്നെ നമുക്കറിയില്ലേ ഈ റോഡിലേക്ക് എത്തുന്നതിനും എത്രയോ അത്രങ്ങളിലെ എത്രയോ കടകൾ പോയി. നമ്മളാണ് സമരം ചെയ്യുന്നത്. നമ്മളാണ് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഒരു പൈസ കൊടുക്കാൻ ആവശ്യമായ 2 ലക്ഷം കൂടി കൊടുക്കാൻ ആവശ്യമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പിന്നെ അത് വാങ്ങിക്കൊടുക്കുന്നത്. ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നതാണ്, നിങ്ങൾ ഭൂമി ഏറ്റെടുക്കുന്നേരം അവിടെയുള്ള കച്ചവടക്കാരന് ആവശ്യമായ ഭൂമി കൂടി ഏറ്റെടുക്കുക. എന്നിട്ട് ഗവൺമെന്റോ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ അവിടെ സ്ഥാപനങ്ങളെ കെട്ടിപ്പടുക്കുക. നിങ്ങളുടെ വാടക വാങ്ങിക്കൊണ്ട് കുടിയാരായ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരിക്ക് ബദൽ സംവിധാനം എന്ന ഒരു പ്രധാന കർത്തവ്യം നിർവഹിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ രീതിയിൽ വലിയ സമരമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ സമരത്തിൽ എല്ലാവിധ സഹായങ്ങളും കേരള പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ കർത്തവ്യത്തിൽ കളയുകയാണ്. അടുത്തത് വൈസ് പ്രസിഡന്റ്
അടുത്തത് വൈസ് പ്രസിഡന്റിന് നമ്മുടെ ജില്ലയുടെ പ്രസിഡന്റ് വിജയാട്ടനാണ്. വിജയാട്ടനെ ക്ഷണിക്കുക. അടുത്തത് അബ്ദുൽ റഷീദിനെയാണ്, നമ്മുടെ മെമ്പറും കൂടിയല്ല. അവരെ അനുമോദിക്കുന്നത് PG പവിത്രനാണ്. അടുത്തത് ജൂബിലി ചാക്കുവാണ്. ഒരു സ്ഥലത്തില്ല, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അടുത്തത് ഷാനി ശശീന്ദ്രൻ, അത് BJ വർഗീസാണ് അനുമോദിക്കുന്നത്. സുരേഷ് ചാലാർക്കില്ല. അടുത്തത് KK സ്മിത, സുരേഷ് ചാലാർക്കുണ്ട്. അത് ബസ് സ്റ്റാൻഡാണ്. ബാച്ചാലി പ്രകാശനാണ് അനുമോദനം നടത്തുന്നത്. KK അംബുജാഷൻ, 4ാം വാർഡ് മെമ്പർ. അടുത്ത സനിൽകുമാറാണ്. രാഗി ജിജേഷ്, സനിൽകുമാർ. അടുത്ത് KN ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണൻ. ഷീബ ഗോപിനാഥ്. ഇവിടെ അടുത്തത് ശ്രീജയാണ്. ബേബി സോജ, 7ാം വാർഡ് മെമ്പർ. റാണി ടോമി. അനിതയാണ്. അനിത, 12ാം വാർഡ് മെമ്പർ. രാജീവൻ PK, UK ഗംഗാധരൻ, ബീന പ്രമോദ്, ആശാ മാത്യു. പ്രമോദ് ഉദ്ഘാടനം ചെയ്യുന്നത് രാജീവ് ജോസഫ്, 10ാം വാർഡ് മെമ്പർ. അടുത്തത് രാജീവൻ PK, യമുന, 12ാം വാർഡ് മെമ്പർ. UK ഗംഗാധരൻ. യമുന, അത് PKS രാജീവ്. അടുത്തത് ജോബിയുടെ UK ഗംഗാധരൻ. രാധിക ജോസ്, ബീന പ്രമോദ്. പ്രസിഡന്റ് ആണ് നമ്മളെ കേക്ക് മുറിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും കൂടി
ചിത്രവേദനയ്ക്ക് വേണ്ട കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ചിത്രവേദനയ്ക്കുള്ള കുട്ടികൾ ആ ഹാളിലേക്കും ചെല്ലേണ്ടതാണ്. എത്രയും പെട്ടെന്ന് ചിത്രവേദനയ്ക്കുള്ള കുട്ടികൾ അങ്ങോട്ട് എത്തേണ്ടതാണ്. ഹാളിലേക്ക് എത്തണം പെട്ടെന്ന്. ബഹുമാന്യനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഷബീൻ അന്ത്യത്ത്, അതുപോലെ ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ായിട്ടുള്ള വിജയൻ അവർ, അതുപോലെ ജനപ്രതിനിധികളെ ആദരിച്ച സഹദേവേട്ടൻ, മറ്റ് വേദിയിലിരിക്കുന്ന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികൾ, മറ്റ് പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷത്തോടെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം സ്വീകരണം നൽകുന്നത് വ്യാപാരി വ്യവസായി സമിതിയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഏറ്റവും വലിയ സംഘടനയായി വ്യാപാരി വ്യവസായി സമിതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രവർത്തനങ്ങളുമായി സംഘടന മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടെ ഏറ്റെടുക്കുന്നതിലേറെ സന്തോഷമുണ്ട്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മുടെ അടുത്ത 5 വർഷക്കാലത്തേക്കുള്ള ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പേരാവൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എടുത്തു കാണിക്കത്തക്ക വികസനം എന്ന് പറയാൻ ടൗണിൻ്റെ വികസനമാണ് നിങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രാരംഭ നടപടികളിലേക്കെല്ലാം പോയിട്ടുണ്ട്. എന്തായാലും ഇത്തവണ ഭരണസമിതി അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ടൗണിൻ്റെ വികസനം നടത്തുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം നമ്മളെ സംബന്ധിച്ചുണ്ട്. നിങ്ങളെല്ലാം കാണുന്നതും നമ്മളെ 5 വർഷക്കാലം പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ് എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ടൗണിൻ്റെ വികസനത്തിന് നമ്മൾ ഏറെ പ്രാധാന്യം കൊടുക്കുമെന്നാണ് നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിച്ചു പോകാനുള്ളത്. ഇന്നലെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ടൗണിൻ്റെ വികസനം എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ടൗണിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വിധത്തിലുള്ള വികേന്ദ്ര പദ്ധതിക്കെല്ലാം നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. രാജ്യസഭാ MP ശിവദാസൻ 3 കോടി രൂപ നമുക്ക് പേരാവൂർ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അതിൽ നമ്മൾ ബ്ലോക്കിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ASന് വേണ്ടി അയച്ചിട്ടാണുള്ളത്. എന്തായാലും ആ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് നല്ല ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഭരണസമിതി മുന്നോട്ട് പോകും. ഇന്നലെ പറഞ്ഞപ്പോൾ നോ പാർക്കിംഗ് ബോർഡെല്ലാം നമ്മൾ വ്യാപാരികളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് എടുത്തു മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാവരും ഇപ്പോൾ തൊണ്ടിയിലേക്ക് ആകർഷിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിങ്ങളുടെ എല്ലാം പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നോ പാർക്കിംഗ് ബോർഡ് എടുത്തു മാറ്റിയിട്ടുള്ളത്. നമുക്ക് നോക്കാം, എന്തായാലും പേ പാർക്കിംഗ് സംവിധാനം വരുന്നതോടുകൂടി ഗതാഗത കുരുക്കിനെല്ലാം ടൗണിൽ മാറ്റം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഘട്ടം ഘട്ടമായി നമുക്ക് ടൗണിൻ്റെ വികസനം മാറ്റാമെന്നാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഭരണസമിതിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. ജനങ്ങളെല്ലാം ഉറ്റുനോക്കുകയാണ് നമ്മളുടെ ഭരണത്തെ. ആ ഒരു ഭരണത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കഴിവിൻ്റെ പരമാവധി നമ്മളത് ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്നാണ് നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളിവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഷബീൻ അന്ത്യത്ത്,
ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ പി വിജയേട്ടൻ, ആദരവ് നൽകിയ മുഖ്യാതിഥി സഹതാവേട്ടൻ, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വാർഡ് മെമ്പർമാർ, പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, വളരെ കൃത്യമായി പ്രസിഡന്റ് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു പാലിച്ച ഉത്തരവാദിത്വമാണ് പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത്തവണ ഭരണമേറ്റപ്പോൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് പേരാവൂരിനെ എങ്ങനെ വ്യാപാര സൗഹൃദമാക്കാമെന്ന ലക്ഷ്യത്തോടു കൂടി ഇടപെടുക എന്നത് തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ പ്രകടന പത്രികയിൽ തന്നെ വളരെ കൃത്യമായി അത് സൂചിപ്പിച്ചിട്ടുണ്ട്. പേരാവൂരിനെ വ്യാപാര സൗഹൃദമാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നു. ഒരുപക്ഷെ ഇന്നലെ നടന്ന ട്രാഫിക് റെഗുലേറ്ററി മീറ്റിംഗിൽ വ്യാപാരികൾ ഒന്നടങ്കം പറഞ്ഞൊരു കാര്യം, അവർക്ക് ബുദ്ധിമുട്ടാകുന്നത് പോലീസുകാർ വന്ന് ഫൈനിടുമ്പോൾ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പാർക്കിംഗ് പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കടക്ക് മുന്നിലുള്ള നോ പാർക്കിംഗ് സംവിധാനം ഒന്ന് മാറ്റിത്തരണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഐക്യകണ്ഠേനയാണ് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നോ പാർക്കിംഗ് ബോർഡ് എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പരമാവധി ടൗൺ വികസനത്തിനും വ്യാപാര സൗഹൃദമാക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടി ഇടപെടുകയാണ്. മറ്റൊരു കാര്യം, പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടാവും, ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ആഴ്ച ചന്തകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് പരമാവധി ജനങ്ങളെ ടൗണിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നുള്ളതാണ്. നമുക്ക് ടൗണിലേക്ക് ജനങ്ങൾ എത്തേണ്ടതുണ്ട്. അത് വിവിധ പരിപാടികൾ നടത്തുമ്പോഴാണ് പൊതുജനങ്ങൾ ടൗണിലേക്ക് വരിക. അപ്പോൾ നമ്മുടെ ഈ ക്യാമ്പയിനുകളും പരിപാടികളും പൊതുജനങ്ങളെ കൂടി ക്ഷണിച്ചുകൊണ്ട് പരിപാടികൾ നടത്തുമ്പോഴാണ് ജനങ്ങൾ ടൗണിലേക്ക് ഒഴുകിയെത്തുക. ആ ഒഴുകിയെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പേരാവൂർ പഞ്ചായത്തിൽ, പേരാവൂർ ടൗണിൽ ഇന്ന ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, അവിടെ ഇന്ന സൗകര്യങ്ങളുണ്ട്, മെച്ചപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. വ്യത്യസ്ത പരിപാടികളിൽ ജനങ്ങൾ ടൗണിലേക്ക് എത്തുമ്പോഴാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് വ്യാപാരി സുഹൃത്തുക്കൾ ആവശ്യപ്പെടേണ്ടതും ചെയ്യേണ്ടതുമായ പൊതു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പൊതുപരിപാടികൾ ടൗണിലും സമീപ പ്രദേശത്തും വരുത്താൻ ആവശ്യമായ വളരെ കൃത്യമായ ഇടപെടൽ നടത്തുമ്പോൾ ഒരുപാട് ആളുകൾ ടൗണിലേക്ക് വരും. നമ്മുടെ കച്ചവടത്തിന്, നമ്മുടെ നിലനിൽപ്പിനൊക്കെ അത് മാറ്റമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഇടപെടണമെന്നും പഞ്ചായത്തിനോട് സഹകരിക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതി നൽകിയിരിക്കുന്ന ഈ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അറിയിക്കുക. സ്നേഹത്തോടെ ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടകനായി എത്തിയ നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ ജില്ലാ പ്രസിഡന്റ് വിജയേട്ടനെ ആദരപൂർവ്വം ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിയ നമ്മുടെ കേന്ദ്രീയായ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഇവിടെ എത്തിയ എല്ലാ വ്യാപാരികളെയും ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, രാഷ്ട്രീയക്കാരെ പോലെ തന്നെ സാധാരണക്കാരുമായി ഇടപെടുന്ന ഒരു വിഭാഗമാണ് വ്യാപാരികൾ. പ്രസാദം വദന്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്ന് എല്ലായ്പ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെടേണ്ട ഒരു വിഭാഗമാണ് രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ വ്യാപാരികൾ. നിങ്ങളെ ഓരോ പ്രവർത്തനവും നമ്മുടെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ചെന്നെത്തുക, നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരുപാട് പേരെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആ കൃത്യത്തിൽ നിങ്ങൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഏറെ കടപ്പാടുണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന എനിക്ക്. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് സാധാരണക്കാരായ ഒരുപാട് പാവങ്ങളെയും അതുപോലെ തന്നെ എല്ലാ വ്യാപാരികളും വലിയ പൈസക്കാരൊന്നുമല്ല, സാധാരണക്കാർ തന്നെയാണ്. അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ സർവോന്മുഖമായ പ്രവർത്തനത്തിന് നിങ്ങളുടെ എല്ലാ സഹകരണം കിട്ടുന്നതോടൊപ്പം തന്നെ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളും ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബേബി സോജിയാണ്, അദ്ദേഹത്തെ ഞാൻ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നമസ്കാരം.
വ്യാപാരി വ്യവസായ സമിതി പേരാവൂർ യൂണിറ്റിൻ്റെ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ ഷബി നന്ദ്യത്ത്, ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള ബഹുമാനായ വിജയേട്ടൻ, നമ്മുടെ മെമ്പർമാരെ അനുഭവിച്ച സഹദേവട്ടൻ, നമ്മുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ഓരോരുത്തരെയും വളരെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ വാർഡിൽ നിന്ന് വിജയിപ്പിച്ച് വിട്ടിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ വർഷവും ഈ ഭരണസമിതിയുടെ ഭാഗമായിരുന്നു. കഴിഞ്ഞ വർഷവും മണത്തണ വാർഡിലെ മെമ്പറായിരുന്നു. ഈ വർഷവും മണത്തണ വാർഡിൽ നിന്ന് തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം, ഏറ്റവും ആദ്യം സ്വീകരണം തന്നിട്ടുള്ളത് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ വ്യാപാരി വ്യവസായി സമിതി പേരാവൂർ യൂണിറ്റാണ്. അപ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. അപ്പോൾ വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ജനങ്ങളുമായി ബന്ധപ്പെടുന്ന, നമ്മൾ മെമ്പർമാരെ പോലെ തന്നെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപെടുന്നവരാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നതെന്നറിയാം. അപ്പം നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇന്നലെ പഞ്ചായത്തിൻ്റെ അവലോകന യോഗം നടന്നിട്ടുണ്ട്. ഇപ്പം പ്രസിഡന്റും ഭരണസമിതിയും എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഒരു അനുമോദനം തന്നതിന് എല്ലാവിധ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതിൻ്റെ അധ്യക്ഷൻ ഷബി, അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ മുഴുവൻ ആൾക്കാരെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. പതിയേട്ടനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ സമിതി ഇന്ന് ഈ നല്ല രൂപത്തിലേക്ക് എത്തി ഈ നല്ല മുന്നേറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ അധികാരത്തിലേക്ക് വന്ന ഈ സമയത്ത് നമ്മൾക്കൊക്കെ ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാരും നമ്മുടെ മുഖപരിചയമുള്ള ആൾക്കാരും നമ്മുടെ സ്വന്തമാണ്. അപ്പോൾ നിങ്ങൾ തന്ന ഈ സ്നേഹം നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇതുപോലുള്ള ഈ പരിപാടികൾ നടത്തുന്നതിന് നിങ്ങൾക്ക് കഴിയട്ടെ. അതുപോലെ നമ്മുടെ എല്ലാ സഹായങ്ങളും, ഈ ഭരണസമിതിയുടെ എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ആശംസ പ്രശ്നമാണ്. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഏരിയ പ്രസിഡന്റ് അഷറഫ് ചോടിനെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ പേരാവൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷബി നന്ദ്യത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സമിതിയുടെ ആരാധ്യനായ ജില്ലാ പ്രസിഡന്റ് വിജയേട്ടൻ, സമിതിയുടെ ആദ്യകാലം മുതൽ നമ്മുടെ കൂടെ നമ്മുടെ പ്രവർത്തന മേഖലയിൽ എപ്പോഴും പേരാവൂർ എന്താവശ്യം ഉണ്ടായി കഴിഞ്ഞാലും ഇത്രയും നേരത്തെ യാതൊരുവിധ ഒരു പ്രായത്തിൻ്റെ പ്രശ്നങ്ങളും വകവെക്കാതെ ഓടിയെത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹദേവട്ടൻ. അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. കാരണം നമ്മളുമായി ഏറ്റവും അടുത്ത ആളുകളാണ് ഈ പ്രാവശ്യം നമ്മുടെ ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളും. അതിലേറെ നമ്മുടെ യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡന്റാണ് ഈ 14 വാർഡിൻ്റെ മെമ്പർ എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങളാണ് നമ്മളെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ കാലത്തെ പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് മാറ്റങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ടൗണുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലാണ് നമുക്ക് ചെറിയ ഒരു സ്വരച്ചേർച്ച ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ പ്രാവശ്യം അത് പൂർണ്ണമായി പരിഹരിക്കും എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളെല്ലാവരും കൂടി പേരാവൂരിൻ്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട് വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ വ്യാപാരി വ്യവസായി സമൂഹത്തിൻ്റെ മുഴുവൻ ആളുകളും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ട്രാഫിക് പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് പേരാവൂർ ടൗണിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ നോ പാർക്കിംഗ് ബോർഡ് വെക്കണമെന്ന് വെക്കുകയും ചെയ്തു. പക്ഷേ അന്നത്തെ ഉദ്യോഗസ്ഥന്മാരെ നമ്മളോട് പറഞ്ഞു, ഒരുപാട് സമയം കടയുടെ മുമ്പിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾ മാത്രമേ നമ്മൾ ഫൈനടിക്കുകയുള്ളൂ എന്നവർ പറഞ്ഞെങ്കിലും പിന്നീട് ഉദ്യോഗസ്ഥന്മാർ മാറി. അവർ 6 മാസത്തിലൊക്കെ മാറി വരുന്നവരാണല്ലോ. അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് നോ പാർക്കിംഗ് ആണ്. അതിൻ്റെ ഫ്രണ്ടിൽ വണ്ടി വെച്ചിട്ടുള്ളതാണ് അവർ കാണുന്നത്. ഉടനെ തന്നെ അവരുടെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അത് നമ്മുടെ ഭാഗത്തുള്ള ഒരു വീഴ്ചയായി പോയി.
കാരണം ഒരു നോ പാർക്കിംഗ് ബോർഡ് ടൗണിൽ വെച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് ശാശ്വതമായ ഒരു പരിഹാരം നമ്മുടെ ഈ പുതിയ ഭരണസമിതി വന്ന ഉടനെ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. എന്തായാലും അതുകൊണ്ട് വലിയൊരു മാറ്റം നമ്മുടെ ടൗണിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പേരാവൂർ ടൗണിനെ ഒഴിവാക്കി അടുത്ത പ്രദേശത്ത് വലിയ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാ സൗകര്യങ്ങളുമുള്ള മാളിലേക്ക് ജനങ്ങൾ നീങ്ങുന്ന ഒരു അവസ്ഥ, പേരാവൂർ ടൗണിൽ ആളുകൾ ഇറങ്ങാത്ത ഒരു സ്ഥിതിവിശേഷം, പേരാവൂർ ടൗണിൽ വണ്ടിയുമായി വരുന്നത് ഭയത്തോടുകൂടി കാണുന്ന ഒരു സംജാതമായ ഒരു വിശേഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ എല്ലാ മെമ്പർമാർക്കും അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ എല്ലാവർക്കും അറിയാം. അതിനെന്തായാലും ഒരു പരിഹാരം ഇവിടെ കണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം നമുക്കുണ്ടാവണം എന്ന് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ടൗണിലെ വ്യാപാരികളും കൂലിക്കാരും ഓട്ടോറിക്ഷക്കാരും അതുപോലെ തന്നെ അവരോടൊപ്പം എപ്പോഴും ഉണ്ടാവേണ്ടവരാണ് നമ്മുടെ പേരാവൂർ പഞ്ചായത്തിൽ മെമ്പർമാർ. പേരാവൂർ പഞ്ചായത്തിന്റെ മെമ്പർമാർ നമ്മുടെ ടൗണിലെ ആളുകൾ തന്നെയാണ്. ഈ പ്രാവശ്യം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെയാണ്. നമ്മുടെ മെമ്പർ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്, വൈസ് പ്രസിഡന്റാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ വ്യാപാരികൾക്ക് ആവശ്യമായ ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടി അവർ ശബ്ദമുയർത്തുമെന്നും നമ്മോടൊപ്പം അവരുണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഈ ന്യൂ ഇയർ ആഘോഷത്തിന്റെയും അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷത്തിന്റെയും കൂടെ ഈ ഒരു ആഘോഷവും കൂടി നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞത് എത്രയും പെട്ടെന്ന് ഈ ഭരണസമിതി യാതൊരു തടസ്സവുമില്ലാതെ നിലവിൽ വരികയും കൂടി ചെയ്തപ്പോൾ ഈ ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് നമുക്ക് അവരെ അഭിനന്ദിക്കാനും കൂടി കഴിഞ്ഞു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും ഇന്നിവിടെ വലിയ ഒരുപാട് പരിപാടികൾ നടക്കുകയാണ്. നമുക്ക് ഒരുപാട് മെമ്പർമാരുണ്ടെങ്കിലും കുറച്ച് മെമ്പർമാരുടെ കുറവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും കല്യാണം അതുപോലെയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. അതുകൊണ്ടാണ് ആളുകളൊക്കെ എത്താൻ താമസിച്ചിട്ടുള്ളത്. എല്ലാവരും ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ എത്താനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനപ്രതിനിധികളൊന്നും നമ്മുടെ സമിതിക്ക് ആള് കുറവാണെന്നൊന്നും വിചാരിച്ചു പോകണ്ട. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ 2 മെമ്പർമാർക്ക് വളരെ അത്യാവശ്യമായ ചില സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ കഴിയില്ല എന്നും അവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഏരിയ സെക്രട്ടറി അനിൽകുമാറാണ്. അനിൽകുമാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇഷ്ടവ്യക്തികളെ, ഇവിടെ കാര്യങ്ങൾ എല്ലാവരും തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് പുതുവത്സര ആശംസകൾ നേരുകയാണ്. എനിക്ക് പറയാനുള്ളത്, പുതിയ പഞ്ചായത്ത് ഭരണസമിതിയെ വളരെയേറെ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെ വ്യാപാരികൾ നോക്കിക്കാണുന്നത്. അപ്പോൾ ആ പ്രതീക്ഷ അസ്ഥാനത്താകാനുള്ളൊരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഒന്ന്, നമ്മൾ ലൈസൻസ് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ കുറേ അനുഭവിച്ചതാണ്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം നിലയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ലൈസൻസ് ആളുകൾ അപേക്ഷ തന്നാൽ അത് സാധിച്ചു കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവണം. അതിലൊരു ഇടപെടലുകൾ ഉണ്ടാവണം. 2, പഴയ കാലത്തെല്ലാം ലൈസൻസ് പുതുക്കുന്ന ക്യാമ്പയിനുകൾ നടത്താറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനൊരു ക്യാമ്പയിനുകളൊന്നും കാണുന്നില്ല. ആ ക്യാമ്പയിനൊന്നും ആരംഭിക്കേണ്ടതുണ്ട്. അതൊന്നും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുകയാണ്. പിന്നെയുള്ളത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ പല ഓഫീസുകളിലും വേസ്റ്റുകളൊന്നും ഇല്ല എങ്കിൽ കൂടി തന്നെ 100 രൂപ തന്നെ റിസീറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. 1 ബ്യൂട്ടി പാർലർ, 2 ബാർബർ ഷോപ്പുകൾ, പിന്നെ ചില LIC പോലുള്ള ഓഫീസുകൾ, ഇവിടെയൊക്കെ ഒരു വേസ്റ്റ് കൊടുക്കാനുണ്ടാവില്ല. എന്നാൽ തന്നെ 100 രൂപ തന്നെ നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ലൈസൻസ് പുതുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ എന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു സർക്കുലറുണ്ട്. അതായത് വേസ്റ്റുകളൊന്നും ഇല്ലാത്ത ഓഫീസുകൾക്കും ഷോപ്പുകൾക്കും വെറും 20 രൂപ മാത്രമായിക്കൊണ്ട് ആ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. അപ്പോൾ അത് നമ്മുടെ പഞ്ചായത്തൊന്ന് പരിഗണിക്കണമെന്നാണ് അവരോട് പറയാനുള്ളത്. പിന്നെ ട്രാഫിക്കിൻ്റെ കാര്യങ്ങളും പിന്നെ പാർക്കിങ്ങിൻ്റെ വിശദമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പാർക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നത്തിൽ 9 ചാർജാണ് എൻ്റെ വണ്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. 9 പെറ്റി കേസ് പാർക്കിംഗ് അനുവദിച്ച സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായ വിഷയമാണ്. അല്ലപ്പോൾ എന്തായാലും ഇപ്പോൾ പരിഹാരം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല. അപ്പോൾ പുതിയ ഭരണസമിതിക്കും എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ന്യൂ ഇയർ ആശംസ നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ജില്ലാ ട്രഷറർ ശ്രീമതി ബിന്ദുവിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇതിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ,
സദസ്സിലുള്ള സമിതി കുടുംബാംഗങ്ങളെ, നമുക്ക് പറയാനുള്ളതെല്ലാം ഇവിടെ ഒരുവിധം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. കൂടുതലായിട്ടൊന്ന് കച്ചവടക്കാരുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്ന ഏരിയ സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും യൂണിറ്റ് സെക്രട്ടറി ആയാലും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എന്നാലും എൻ്റെ ഞാനിപ്പോൾ വഹിക്കുന്ന ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലർ ഓണേഴ്സ് എന്ന് പറഞ്ഞ സംഘടനയുടെ ജില്ലാ ട്രഷറായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്യൂട്ടീഷ്യൻസ് അനുഭവിക്കുന്ന ചെറിയൊരു കാര്യം എനിക്കിവിടെ പറയാനുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ബ്യൂട്ടി പാർലറുകൾക്ക് ഒരു മാലിന്യം സംസ്കരിക്കുന്ന ഒരു ഏജൻസി ഉണ്ട്. അവർക്ക് നമ്മൾ മാസത്തിൽ 200 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്, 250 രൂപ വെച്ച്. കൂടാതെ നമ്മൾ ഹരിതകർമ്മസേന വന്നാൽ അവർക്കും കൊടുക്കണം 100 രൂപ. അപ്പോൾ ഈ മാസം ചില പാർലറുകളിൽ 300 രൂപ പോലും വർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ പാർലറുകളിൽ ചെന്നിട്ട് മാസം ഈ ഒരു ഹരിതകർമ്മസേന ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് സാധനം ഇല്ലെങ്കിലും 100 രൂപ കൊടുത്തിരിക്കണം. പക്ഷേ ഈ ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ നമ്മുടെ പഞ്ചായത്തിന് നിയന്ത്രിക്കാവുന്നതാണ് എന്നാണ് നമുക്ക് കിട്ടിയ ഒരു അറിവ്. കാരണം ചില പഞ്ചായത്തുകളിൽ അത് 50 രൂപ, ബ്യൂട്ടി പാർലർ, ബാർബർ ഷോപ്പുകൾ എന്ന സ്ഥലങ്ങളിലൊക്കെ 50 രൂപയാക്കി കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നിവേദനമൊക്കെ പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കതിന് ഒന്നും ഒരു അനുകൂല മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനുള്ള ഇനിയുള്ള ഈ പഞ്ചായത്തിൽ നമ്മൾ ശരിക്കും ഇത്ര നേരം എല്ലാവരും പറഞ്ഞതുപോലെ പ്രതീക്ഷയോടെ കാണുന്നത് നമുക്ക് കച്ചവടക്കാർക്ക് അനുകൂലമായ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ പഞ്ചായത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേർന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നത് വനിതാ വിങ്ങിൻ്റെ പേരാ യൂണിറ്റിൻ്റെ സെക്രട്ടറി ശ്രീമതി റീജ പ്രദീപിനെയാണ്. റീജ പ്രദീപിനെ ക്ഷണിക്കുകയാണ്. വ്യാപാരി സുഹൃത്തുക്കളെ, വ്യാപാരി കുടുംബാംഗങ്ങളെ, എനിക്ക് കൊണ്ടേ വന്നവരൊക്കെ എല്ലാ കാര്യങ്ങളും മെമ്പർമാരോടും എല്ലാവരോടുമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഈ ആഘോഷം നമുക്ക് ആഘോഷത്തിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുകയാണ്. വ്യാപാരി വ്യവസായി സമിതിയുടെ വനിതാ വിങ്ങിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഇനി നന്ദിയാണ്. അത് നമ്മുടെ യൂണിറ്റ് ട്രഷറർ ശ്രീ രാജു കുര്യാക്കോസിനെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ, യൂണിറ്റ് പ്രസിഡന്റുമായ ഷബീർ നന്ദി, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വ്യാപാരി വ്യവസായ ജില്ലാ പ്രസിഡന്റ് വിജയേട്ടൻ, സ്വാഗതം ആശംസിച്ച് സംസാരിച്ച ദിനേശ് ബാബു, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിഷ ബാലകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ പെരാവൂർ ടൗൺ വാർഡ് മെമ്പർ ശ്രീ അമ്പിളി, അതുപോലെ എൻ്റെ വാർഡ് മെമ്പറുണ്ട് രാഗി രജീഷ്, തുടങ്ങിയ എല്ലാവർക്കും, ഭരണസമിതിയിലെ എല്ലാ വ്യക്തികൾക്കും, എല്ലാ അംഗങ്ങൾക്കും ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന സഹദേവനുണ്ട്. അദ്ദേഹം വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് പേരാവൂർ വ്യാപാരി വ്യവസായ സമിതിയുടെ യൂണിറ്റിൻ്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ഏരിയ പ്രസിഡന്റ് അഷറഫ്, അദ്ദേഹത്തിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച BPOS ബിന്ദു, വ്യാപാരി സമിതിയുടെ വനിതാ വിങ്ങിൻ്റെ സെക്രട്ടറി റീജ പ്രദീപൻ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഇവിടെ എത്തിച്ചേർന്ന മെമ്പർമാര്, എല്ലാവർക്കും വ്യാപാരി വ്യവസായി പേരാവൂർ സമിതിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ മാധ്യമപ്രവർത്തകർ അവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നീട് ഈ ഹാള് നമുക്ക് ഒരുക്കി തന്ന റോബിൻസിൻ്റെ മാനേജ്മെൻറ്റിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ചിത്രരചനയ്ക്കൊക്കെ എത്തിയ കുട്ടികളുണ്ട്. അതുപോലെ ഇനി അടുത്ത സെക്ഷൻ
പാട്ട് പരിപാടികളൊക്കെയാണ്, ഡാൻസ്, അങ്ങനെയൊക്കെ എത്തിച്ചേർന്ന് എല്ലാവർക്കും പേരാവൂർ വ്യാപാരി വ്യവസായി സമിതിയുടെ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.